അനീഷ് ആദില ഏറ്റുമുട്ടൽ ഡേ ബൈ ഡേ കൂടുതൽ സ്ട്രോങ് ആയി വരികയാണെന്ന് തോന്നുന്നു. ഞാനിത് പറയാൻ കാരണം ഇന്നിപ്പോൾ ലൈവിൽ അനീഷും ആദിലയും തമ്മിൽ ഒരു വലിയ ഏറ്റുമുട്ടൽ നടന്നിരിക്കുകയാണ്. അതിന് കാരണം വെസൽ ക്യാപ്റ്റനായ അനീഷ് പാത്രം കഴുകാൻ ആദിലയെ വിളിച്ചപ്പോൾ ആദില ചെല്ലാത്തതാണ്. ആദില, നൂറ, അനുമോൾ ഇവർ ബെഡിൽ കിടക്കായിരുന്നു. അവരുടെ അടുത്തേക്ക് അനീഷ് വന്നിട്ട് ആദിലിനെ പാത്രം കഴുകാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിനൊന്നും ആദില റെഡിയാവുന്നില്ല. ആദില അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അനീഷിനെ എന്തൊക്കെയോ ചീത്ത പറയുന്നുണ്ട്. അതിനുശേഷം ശരി ഞാൻ കഴുകാമെന്ന് പറഞ്ഞിട്ട് അനീഷ് പോവാണ്. അത് കണ്ട് ഹാലിളകി അവിടുന്ന് ചാടി എണീറ്റ് ആദില നേരെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പാത്രങ്ങളെല്ലാം കൂടെ കഴുകാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ് അവിടെ തന്നെ നിൽക്കുകയാണ്, ആദിലയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അനീഷിൻ്റെ മേലെ വെള്ളം ഒഴിക്കുകയാണ് ആദില ചെയ്യുന്നത്. അപ്പം ഈ ആദിലയുടെ ഈ ഒരു ആക്ടിൽ ആദിലിനെ സപ്പോർട്ട് ചെയ്തും അതിന് എതിർത്തിട്ടും ഒക്കെ കണ്ടസ്റ്റൻസ് പലരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിം സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക, ശരിയല്ലേ? ഇവിടെ ഇപ്പം അനീഷിന് ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ട് പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഗെയിം സ്ട്രാറ്റജി ആണെങ്കിൽ അതിൽ വീഴാതിരിക്കുക എന്നുള്ളതല്ലേ ബാക്കി കണ്ടസ്റ്റൻസ് ചെയ്യേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആസ് എ ഗെയിമർ ആദില ഇന്ന് തോറ്റുപോയി എന്ന് തന്നെയല്ലേ നമ്മൾ പറയുന്നത്.